കഴിഞ്ഞ ദിവസം നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിന് സൈഡ് ഡിഷായിട്ട് ഞാനൊരു ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കുന്നതെന്ന്. അതേ ബീഫ് റോസ്റ്റിൻ്റെ വീഡിയോ ആണിത്. കണ്ടു നോക്കൂ, വളരെ ഈസിയാണെന്നുള്ളത് മാത്രമല്ല അപാര ടേസ്റ്റാണ്. ഇതിൽ ചില ചേരുവകൾ ചേർത്ത് കഴിഞ്ഞാൽ ബീഫ് റോസ്റ്റിന് നല്ല ടേസ്റ്റ് വരും. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബീഫ് ഞാൻ നേരത്തെ തന്നെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മസാലകളൊക്കെ റെഡിയാക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിലേക്കൊരു 3 സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. മറ്റുള്ള ഓയിൽ ഉപയോഗിക്കുന്നതിനേക്കാളും വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നതാണ് ബീഫിന് ടേസ്റ്റ്. ഇനി ചേർക്കേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്താണ്. ഇതുപോലെ അല്പം നീളത്തിൽ കട്ട് ചെയ്ത തേങ്ങാക്കൊത്ത്. ബീഫ് കറി ആണെങ്കിലും ബീഫ് റോസ്റ്റ് ആണെങ്കിലും ഒക്കെ തേങ്ങാക്കൊത്ത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ലാവിഷായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൂന്നാല് പച്ചമുളക് നീളത്തിൽ കീറിയിടുന്നുണ്ട്. ബീഫ് വേവിച്ചപ്പോൾ ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നാൽ പോലും പച്ചമുളകും ആവശ്യമാണ്. ഇറച്ചിക്കറിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല എരിവ് തന്നെ വേണം. ഒരു പകുതി വേവ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ബീഫ് കുക്കറിൽ വേവിച്ചപ്പോൾ ഞാൻ അല്പം ഇഞ്ചി ചതച്ചിട്ടിരുന്നു. ഇഞ്ചിയും കുരുമുളകും കൂടിയാണ് ഇട്ടിരുന്നത്. അതുകൊണ്ട് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ കുറച്ചാണ് ചേർക്കുന്നത്. അങ്ങനെ വേവിക്കുന്ന സമയത്ത് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആവാം. ഇതാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്. 1/2 കിലോളം ഉണ്ട്. ഇതിൽ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി ചതച്ചത്, കുരുമുളക് ഇത്ര ഇട്ടിട്ടുണ്ട്. പിന്നെ 2-3 കഷ്ണം സർവ്വസുഗന്ധിയുടെ ഇലയും. മസാലപ്പൊടി ചേർത്തിട്ടില്ല. ഇപ്പോൾ വേവിക്കുന്ന സമയത്ത് നല്ലൊരു വാസന വരാൻ വേണ്ടിയിട്ടാണ് സർവ്വസുഗന്ധിയുടെ ഇലയൊക്കെ ചേർത്തിരിക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ഇപ്പം നമ്മുടെ സവാള ഒരുവിധം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരുപാട് തക്കാളിയൊന്നും വേണ്ട, ഒരെണ്ണം ധാരാളം മതി. ഇതുകൂടി നല്ലോണം ഒന്ന് വഴണ്ട് വരട്ടെ. തക്കാളി വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. ഇനി ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 3 ടീസ്പൂൺ, അതായത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി അല്പം മസാലപ്പൊടിയോ ആവാം. മീറ്റ് മസാലയോ ഗരം മസാലയോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതുകൂടി ചേർക്കാം. അതും ഞാൻ 2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറട്ടെ. ഇനി മസാലപ്പൊടി അല്പം കുറഞ്ഞു പോയോ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാനതിന് പകരമായിട്ട് വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. കണ്ടോ, 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി തരിതരപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് ഇടിയനിൽ. ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയുടെ സ്മെല്ലേ മാറി. അപാര സ്മെല്ലാണ്. ഞാൻ മസാലപ്പൊടി കുറച്ചത് അതുകൊണ്ടാണ്. ഈ പെരുംജീരകത്തിൻ്റെ സ്മെല്ലാണ് ഇതിന് കൂടുതൽ നിൽക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നല്ലവണ്ണം കുക്കായതാണ്. എന്നാൽ പോലും ഈ മസാലയിൽ കിടന്ന് നല്ലപോലെ ഒന്നുകൂടി വെന്ത് വരണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കുറുകിയ ചാറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്പം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ തിളപ്പിക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ചൊരു 10 മിനിറ്റോളം തിളപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ചാറൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. ഈ സമയത്ത് നോക്കിയിട്ട് ഉപ്പോ മുളകോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഗീ റൈസ് തന്നെ വേണമെന്നില്ല. ചോറിനോ ചപ്പാത്തിക്കോ
പൂരിക്കോ ഏതിനും സൂപ്പർ കോമ്പിനേഷൻ ആയിരിക്കും. ഇനി ബീഫ് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. താങ്ക് യു ഫോർ വാച്ചിങ്.